നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതാനും മറന്നു പോകരുത്. വാർത്തയിലേക്ക്. PC ജോർജുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തേക്ക് വരികയാണ്. തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ഈരാറ്റുപേട്ട പോലീസ് PC ജോർജിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ PC ജോർജ് തൊടുപുഴയിൽ നടത്തിയ ആ വിദ്വേഷ പ്രസംഗത്തിന്റെ ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഈ കേരളത്തിലെ പോക്ക്, ഈ തീവ്രവാദം ഒക്കെ അത്ര ഗുണകരമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഷെമീറിനെ പോലെ മാന്യന്മാർ ഒത്തിരിയുണ്ട്. പക്ഷേ വളരെ മോശമായി വർഗീയത മാത്രമായി ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല. കാരണം അത് പറയാതിരുന്ന കുഴപ്പമാണ്. ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്ത്യയും പാകിസ്ഥാനിലൂടെ ക്രിക്കറ്റ് കളിക്കുക. എനിക്കൊരു മണിയിൽ ഞാനിങ്ങനെ എന്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുത് പ്രാർത്ഥിക്കാൻ നോക്കി. നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ ഒരു പ്രശ്നമില്ല. പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സഹിക്കുന്നില്ല. ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴാണ് ദുഃഖിക്കേണ്ടത്. അതിനേരം പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള മറ്റൊരുത്തരും ഈ ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവനാണെന്നാണ് എന്റെ അഭിപ്രായം. വേണമെങ്കിൽ പിണറായി വിജയൻ നാളെ ഒരു കേസോടെ എടുക്കാം. 10-12 ഉണ്ട്. ഞാൻ വളരെ പച്ചയ്ക്ക് തന്നെ പറയുകയാണ്. എന്റെ അഭിപ്രായം ഇതാണ്. കേസെടുത്തു, ഞാൻ കോടതി പോയി തീർത്തോളാം. കേട്ടല്ലോ. മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി എന്ന് ഇത് ആദ്യമായിട്ടൊന്നുമല്ല PC ജോർജ് പറയുന്നത്. ഇങ്ങനെ വിദ്വേഷ പ്രചാരണം നടത്തിയതിന്റെ പേരിൽ ആദ്യമായിട്ടൊന്നുമല്ല PC ജോർജ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതും PC ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതും. നിരവധി തവണ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വർഗീയവാദിയാണ് PC ജോർജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു തവണയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അറിയാതെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ തള്ളാം. പക്ഷേ പലവട്ടം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും ഒന്നും അയാൾ പഠിക്കുന്നില്ല. അയാൾ വീണ്ടും വീണ്ടും വർഗീയത പറയുന്നുണ്ടെങ്കിൽ അയാൾ ഒരു തികഞ്ഞ വർഗീയവാദിയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ PC ജോർജ് എന്ന് പറയുന്ന വർഗീയവാദിയെ എന്തായാലും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കൂ, ഇതിനു മുമ്പ് നമ്മുടെ അനന്തപുരിയിൽ നടന്ന ഹിന്ദു മഹാസമ്മേളനത്തില് എന്താണ് PC ജോർജ് പറഞ്ഞത്? അതായത് മുസ്ലിമുകൾ നടത്തുന്ന കടകളിൽ വന്ധ്യത വരുത്താനുള്ള ഒരു മരുന്ന് ചേർക്കുന്നുണ്ട് പാനീയത്തിലൊക്കെ. അത് മേടിച്ച് കുടിക്കരുത്. എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള തന്ത്രമാണ് എന്ന രീതിയിലാണ് പറഞ്ഞത്. ലവ് ജിഹാദിനെ പറ്റി മൂപ്പര് പറഞ്ഞതൊക്കെ നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് കുടുങ്ങിയെന്ന് നമുക്കറിയാം. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒന്നും ഇല്ല എന്നുള്ള കാര്യം പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെ ഒന്നുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് PC ജോർജ് നടത്തിയ ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മീനച്ചിൽ താലൂക്കിൽ 400ഓളം പെൺകുട്ടികളെയാണ് ലവ് ജിഹാദ് വഴിയൊക്കെ കൊണ്ടുപോയത് എന്ന രീതിയിലുള്ള ഒരു വർഗീയത മൂപ്പര് തുപ്പിയതൊക്കെ നമ്മൾ കേട്ടതാണ്. ശേഷം യൂസഫ് അലിയുടെ കടയിൽ കയറരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചാരണം നടത്തി. നിരവധി തവണ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും നിരവധി തവണ കോടതി താക്കീത് കൊടുത്ത് വിടുമ്പോഴും ഇയാള് ഓരോ വേദികളിലും വീണ്ടും വീണ്ടും ഇത്തരത്തിൽ വർഗീയത തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മളെ കേട്ട ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഞാൻ കോടതിയിൽ പോയി തീർപ്പാക്കിക്കോളാം, വെല്ലുവിളിക്കുകയാണ്. ഞാൻ വർഗീയത പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് അയാൾ പറയുകയാണ്. ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ്? വർഗീയവാദികളെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ജനം ചാനലിൽ ഒരു ചർച്ചയിൽ ഇരുന്നിട്ട് പറയുകയാണ്, കേരളത്തിലെ എന്നല്ല രാജ്യത്തെ തന്നെ എല്ലാ മുസ്ലിമുകളും വർഗീയവാദികളാണ്. ഇവിടെ ജീവിച്ചിരിക്കുന്ന മുസ്ലിമുകൾ മുഴുവൻ വർഗീയവാദികളാണ്. വർഗീയവാദികളല്ലാത്ത ആരും തന്നെ ഇവിടെ ഇല്ല, അതായത് മുസ്ലിമുകളിൽ ഇല്ല. അവരോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ എന്നൊക്കെ പറഞ്ഞ് വളരെ വൃത്തികെട്ട ഭാഷയിൽ ഇയാള് ജനം ചാനലിലെ ഒരു ഡിബേറ്റിൽ, ആ ചാനലിൽ ഒരു വൃത്തികെട്ട ചാനലാണ്, ആ ചാനലിൽ ഇരുന്ന് സംസാരിച്ചത് നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത ശേഷം കോടതി ചെന്നപ്പോൾ എന്താണ് ജഡ്ജി പോലും പറയുന്ന സാഹചര്യം ഉണ്ടായത്? ഒരു രാഷ്ട്രീയ നേതാവായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായിട്ട് ഇരിക്കാൻ പോലും യോഗ്യതയില്ല PC ജോർജിന് എന്നാണ് പറഞ്ഞത്. കൈകൂപ്പി എനിക്ക് അറിയാതെ പറ്റിയതാ എന്ന് PC ജോർജ് ഒരു നാണവും മാനവും ഇല്ലാതെ കോടതിയിൽ ആവർത്തിക്കുന്നുണ്ട്. അതിനുശേഷം നടത്തിയ ഒരു പ്രസംഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. PC ജോർജിനെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇവിടുത്തെ മതനിരപേക്ഷ ഒരു അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയാണെന്ന് ആർക്കാണ് അറിയാത്തത്?
BJP-കാരനായിട്ടുള്ള ഈ PC ജോർജ് പല രീതിയിൽ, പല വേദികളിൽ, പല വ്യത്യസ്തമായ രീതിയിലൊക്കെ ഇത്തരത്തിൽ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഓരോ തവണ ഇത്തരത്തിൽ പ്രസംഗങ്ങൾ നടത്തുമ്പോഴും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇയാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഇടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അതായത് ഇയാൾ BJP-യിലാണല്ലോ നിലവിലുള്ളത്. നോക്കൂ, BJP-ക്കാര് അതുപോലെ തന്നെ സംഘപരിവാരങ്ങൾ ചെയ്യുന്ന ഒന്നിനെതിരെ നമ്മുടെ PC ജോർജ് മിണ്ടുന്നില്ല. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഏത് രീതിയിലുള്ള നിലപാടാണ് BJP-യും സംഘപരിവാരങ്ങളും എടുത്തിട്ടുള്ളത്? ഇന്ത്യയില് നമുക്ക് ഉടനീളം എന്താണ് കാണാൻ സാധിക്കുന്നത്? ക്രൈസ്തവരെ വേട്ടയാടുന്ന സംഘപരിവാരങ്ങളെയും അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാത്ത BJP-യുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ PC ജോർജ് കൃസംഗിയാണ്. കൃസംഗിയായിട്ടുള്ള PC ജോർജ് അത്തരം വേട്ടയാടലുകളെ കുറിച്ച് മിണ്ടുന്നേയില്ല. അത്തരം വേട്ടയാടലുകളെ എതിർക്കുന്നു പോലുമില്ല. RSS-നും സംഘപരിവാറിനും എതിരെ ഒന്നും സംസാരിക്കാതെ ഒരു രീതിയിൽ പറഞ്ഞാൽ പരോക്ഷമായിട്ട് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് PC ജോർജ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്തിനേയും ഏതിനെയൊക്കെ പറ്റി പറയുന്ന PC ജോർജ് അത്തരം വർഗീയത തുപ്പുന്ന വിഷവിത്തുകൾക്കെതിരെ സംസാരിക്കണമല്ലോ. അപ്പോ അവരും ഞാനും തമ്മിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസമൊന്നുമില്ല എന്നാണ് PC ജോർജ് നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിന്റെ മണ്ണിൽ ഏതൊക്കെ രീതിയിലുള്ള വിദ്വേഷ പ്രചാരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സംഘപരിവാരങ്ങൾ നടത്തിയിട്ടുള്ളത്. ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ കൊണ്ടുവന്ന് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയും ഒക്കെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. സുദീപ് തോസൻ എന്ന് പറയുന്ന സംഘപരിവാറുകാരനായിരുന്നു ആ സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് 32,000-ഓളം പെൺകുട്ടികൾ ISIS-ലേക്ക് പോയി, അതായത് ISIS-ലേക്ക് പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു തലസ്ഥാനമാണ് കേരളം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ എന്ന ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. ഇവിടുത്തെ BJP-ക്കാർ മുഴുവൻ ആ സിനിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ, അതായത് മതനിരപേക്ഷ മനസ്സ് കാത്തു സൂക്ഷിക്കുന്ന ജനങ്ങൾ, അവർ ശബ്ദമുയർത്തിയപ്പോൾ അവസാനം സുദീപ് തോസൻ എന്ന് പറയുന്ന സംഘപരിവാറുകാരന് അയ്യോ അത് പെരുന്നുണയാണ്, ഈ 32,000 പേരൊന്നും പോയിട്ടില്ല എന്ന് സമ്മതിക്കേണ്ട അവസ്ഥ വന്നത് നമ്മൾ കണ്ടു. ആ സിനിമ ഇവിടെ തകർന്നടിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ ആ സിനിമയുടെ പേര് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിൽ നടത്തിയ പ്രസംഗം നമ്മൾ ആരും മറന്നിട്ടില്ല. ഇവിടെ ആ വെച്ച ബോംബ് അതങ്ങ് ഏറ്റില്ല, ഒത്തില്ല. അതിനുശേഷം ഈ PC ജോർജിനെ പോലുള്ള ആളുകളൊക്കെ ഓരോ വേദികളിലും ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുകയാണ്, ഓരോ രീതിയിലുള്ള വർഗീയത തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓരോ വർഗീയത തുപ്പുമ്പോഴും പിണറായി വിജയന്റെ പോലീസ് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ചില ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. UDF-ന്റെ ഭരണകാലത്ത് ഇയാൾക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള വിരലനക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും രീതിയിലുള്ള ഒരു വിരലനക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. UDF-ന്റെ ഭരണകാലത്ത് ഏതെങ്കിലും ഒരു വർഗീയവാദിനെ പിടിച്ചകത്തിട്ടതായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. അവർക്ക് കഴിഞ്ഞാടാനുള്ള ഒരു കളം ഒരുക്കി കൊടുക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഇവിടെ UDF, ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പോലുള്ള ഒരു വർഗീയ സംഘടനയുമായിട്ട് കൈകോർക്കുമോ? ഇല്ല. അപ്പോ UDF-ന്റെ നിലപാട് എന്താണെന്നും LDF-ന്റെ നിലപാട് എന്താണെന്നും ഒക്കെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വർഗീയവാദികൾക്കെതിരെ ശക്തമായി പോരാടുന്ന, അവർക്കെതിരെ യാതൊരു രീതിയിലുള്ള മൃദു സമീപനവും സ്വീകരിക്കാത്ത ഒരു സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ്. അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വോട്ട് ചോർന്നു പോകുമോ എന്ന് ഭയപ്പെടാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. വർഗീയവാദികൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിൽ അയ്യോ അവരുടെ വോട്ട് കിട്ടാതിരിക്കുമല്ലോ എന്നോർത്ത് ഭയപ്പെടുന്ന UDF-നെ പോലുള്ള ഒരു മുന്നണിയല്ല LDF നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നും വർഗീയവാദികൾക്കെതിരെ സംസാരിച്ചതിന്റെ പേര് ഞങ്ങൾ പരാജയപ്പെട്ടു പോവുകയാണെങ്കിലും അഭിമാനത്തോടെ ആ പരാജയം ഏറ്റുവാങ്ങുമെന്ന് പറഞ്ഞു നടക്കുന്നവരാണ് ഇടതുപക്ഷ നേതാക്കൾ. അങ്ങനെ പറഞ്ഞു നടക്കാൻ UDF-ന് കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോ PC ജോർജിനെതിരെ എന്തായാലും ശക്തമായിട്ടുള്ള വകുപ്പുകൾ ഇട്ടിരിക്കുന്നു. ഈരാറ്റുപേട്ട പോലീസ് വീട്ടിൽ നിന്ന് തന്നെ പൊക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലൊക്കെ PC ജോർജിനെ അറസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഷോൺ ജോർജ് ഒക്കെ ന്യായീകരിച്ച് രംഗത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ അപ്പനും മോനും തമ്മിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരു പ്രസംഗത്തിലാണോ, പല പ്രസംഗത്തിൽ പല ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള വർഗീയത ഒരു നാണവുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ തുപ്പുന്നു. അയാൾ ബോധപൂർവമാണ് ഇത് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അല്ലെങ്കിൽ നോക്കൂ, ഇത്തരത്തിലധികം കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഇത്രയധികം കേസുകൾ ഇയാൾക്കെതിരെ എടുത്തിട്ടും ഇയാൾ വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള ആ ഒരു വർഗീയത ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അയാൾ അതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടായതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? LDF ഭരിക്കുന്ന സമയത്ത് ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വർഗീയ ലഹള നടന്നതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടാകില്ല. അപ്പോഴാണ് ഇവിടെ ഒരാൾ ഇവിടെ
മുസ്ലിമുകൾ അല്ലാത്തവർക്ക് ജീവിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്ന് വരുത്തി തീർക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അത് വർഗീയത ഇവിടെ മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതൊരു അജണ്ടയുടെ ഭാഗമാണ്. വാബോയ ഈ കോടാലിനെയാണ് അത്തരം ഒരു സംഭവം ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും PC ജോർജിനെ അറസ്റ്റ് ചെയ്യട്ടെ. ഇയാൾ എത്രയൊക്കെ അറസ്റ്റ് ചെയ്താലും ഇയാൾ നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒന്ന് നന്നായി കൂടെ PC ജോർജെ എന്ന് ചോദിച്ചു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.